ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്ന പാഠഭാഗം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരുന്നു. ഈ വീഡിയോയിൽ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്ന പാഠത്തിൽ നിന്നും എക്സാമിന് ചോദിച്ച പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂ നമ്പേഴ്സ് എന്ന പാഠം അറിയാത്തവരാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായി ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ABC is a right angle triangle and AB equal to 1 meter, AC equal to 2 meters. What is the length of BC in meters? Calculate the perimeter of the square having the side BC. Correct it up to a centimeter. അതായത് ABC എന്നതൊരു മട്ട ത്രികോണമാണ്. അതിൽ AB 1 മീറ്റർ ആണ്, AC 2 മീറ്റർ ആണ്. ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BC എന്ന ഈ ലൈനിന്റെ നീളമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണം തന്നിട്ടുണ്ട്. എ ബി സി, ഇതാണ് 90 ഡിഗ്രി ആംഗിൾ. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് AC, അതാണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. അതായത് സി, നമ്മൾ സി എന്നാണ് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണത്തെ സൂചിപ്പിക്കല്. സി നമുക്ക് 2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബവശങ്ങളാണ് എ ബിയും ബി സിയും. അതിൽ എ ബിയുടെ ലെങ്ത് 1 മീറ്റർ ആണ്, ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പൈതഗോറസ് തിയറം പ്രകാരം എ ബി സി ഇവ മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണ്. ഇതിൽ എയും സിയും നമുക്ക് തന്നിട്ടുണ്ട്, ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. അതായത് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്, ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ, ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4 ആണ്, 1ന്റെ സ്ക്വയർ 1 തന്നെ. ഇപ്പൊ 4 നിന്നും 1 പോയി കഴിഞ്ഞാൽ 3 ആണ്. അപ്പൊ റൂട്ട് 3 മീറ്റർ ആണ് ബിന്റെ വാല്യൂ, റൂട്ട് 3 മീറ്റർ. അപ്പൊ നമ്മൾ ബി സി കണ്ടുപിടിച്ചില്ലേ? ലെങ്ത് ഓഫ് ബി സി അഥവാ ബി സിയുടെ നീളം എന്നത് റൂട്ട് 3 മീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഹാവിംഗ് സൈഡ് ബി സി. ഓക്കെ, ബി സി എന്ന ഈ ലൈനിനെ സൈഡ് ലെങ്ത് ആയിട്ട് അഥവാ വശമാക്കിക്കൊണ്ട് ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരം വരയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിന്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു സമചതുരത്തിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്താണ്? 4 ഇൻറ്റു സൈഡ് ലെങ്ത്, അതായത് 4 ഇൻറ്റു വശങ്ങളുടെ നീളം. നമ്മൾ പറഞ്ഞു ബി സിയെ വശമാക്കിക്കൊണ്ടാണ് ഈ സ്ക്വയർ വരയ്ക്കുന്നത്. ബി സിയുടെ നീളം റൂട്ട് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ 4 വശങ്ങളുടെ നീളവും എത്രയായിരിക്കും? റൂട്ട് 3 മീറ്റർ വീതമായിരിക്കില്ലേ? അപ്പോൾ 4 ഇൻറ്റു സൈഡ് ലെങ്ത് എത്രയാണ്? റൂട്ട് 3. 4 ഇൻറ്റു റൂട്ട് 3 എന്ത് വന്നു? 4 ഇൻറ്റു. ഇതുപോലെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂട്ട് 2ന്റെയും റൂട്ട് 3ന്റെയും റൂട്ട് 5ന്റെയും വാല്യൂസ് പഠിച്ചിരുന്നു. അത് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പൊ റൂട്ട് 2ന്റെ വാല്യൂ എന്തായിരുന്നു? 1.414. റൂട്ട് 3ന്റെ വാല്യൂ എന്തായിരുന്നു? 1.732. റൂട്ട് 5ന്റെ വാല്യൂ എന്തായിരുന്നു? 2.236. അപ്പൊ നമുക്ക് ഈ റൂട്ട് 3ന്റെ സ്ഥാനത്ത് 1.732 എന്നിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഒരു ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പർ ഗുണിക്കുക, ഡെസിമൽ പോയിന്റ് ക്യാൻസൽ ചെയ്ത് ഗുണിക്കണം. അതായത് ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക. 4 ഇൻറ്റു 2 8 ആണ്, 4 ഇൻറ്റു 3 12 ആണ്, 4 ഇൻറ്റു 7 28 ആണ്. 28ലൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 29. 4 ഇൻറ്റു 1 4 ആണ്, കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4 ഇൻറ്റു 1.732 എന്നത് 69228 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഡെസിമൽ പോയിന്റ് എങ്ങനെയാണ് ഇടുക? ഇവിടെ ചോദ്യത്തിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സംഖ്യകളുണ്ട്? 1 2 3. അപ്പൊ 3 സംഖ്യകൾക്ക് പിന്നിലായി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ സ്ക്വയർ അഥവാ ഈ സമചതുരത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് 6.928 മീറ്റർ ആണെന്ന് കിട്ടി. ഇവിടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഇറ്റ് അപ് ടു എ സെന്റിമീറ്റർ, അതായത് ഈ മീറ്റർ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 6.928 മീറ്റർ എങ്ങനെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് ആക്കാം? ഇതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 6.928നെ 100 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? 692.8 സെന്റിമീറ്റർ. എങ്ങനെയാണ് 100 കൊണ്ട് ഗുണിക്കുമ്പോൾ? ഇവിടെ 2 പൂജ്യം അല്ലേ? അപ്പൊ ഈ ഡെസിമൽ പോയിന്റ് 2 സംഖ്യകൾക്ക് ഇപ്പുറത്താക്കുന്നു. ഓക്കെ, അപ്പൊ 9ഉം 2ഉം ഈ സൈഡിലേക്ക് വന്ന് 9ന്റെ 2ന്റെയും ശേഷം എന്ത് ചെയ്യുന്നു? ഡെസിമൽ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 100 കൊണ്ട് ഗുണിക്കാം. ഇനിയിപ്പോ ഇവിടെ 1000 കൊണ്ടായിരുന്നെങ്കിലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 സംഖ്യകളുടെ ശേഷം പോയിന്റ് ഇടും. അതായത് എന്ത് വരും? 6928 എന്ന് വരും. അപ്പൊ ഇവിടെ 100 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 100ൽ 2 പൂജ്യം അല്ലേ ഉള്ളത്? അപ്പൊ നമ്മൾ 2 സംഖ്യകൾക്ക് അപ്പുറമായിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ടു. അപ്പൊ 692.8 സെന്റിമീറ്റർ ആണ് ഉത്തരം.
ഇനി അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ എ ബി സി ഇസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ സി ഡി ഈക്വൽ ടു 2√3 സെന്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി ഇൻ സെന്റിമീറ്റേഴ്സ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, എന്താണ് പറയുന്നത്? ഇവിടെ എ ബി സി എന്നത് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമാണ്. എന്താണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത? അവയുടെ 3 സൈഡുകളും തുല്യമായിരിക്കും. അതായത് എ ബിയും എ സിയും ബി സിയും തുല്യമായിരിക്കും. സി ഡി ഈക്വൽ ടു 2√3 ആണ്. അതായത് സി ഡി എന്നതിന്റെ നീളം 2√3 ആണെന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് എ ബി, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന ഈ ത്രികോണത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുള്ള എ ബി സി എന്ന ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം വരയ്ക്കാം. എ ബി സി. സിയിൽ നിന്നും എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. അത് എത്രയാണ്? സി ഡി എന്നാണ് ലൈനിന്റെ നെയിം. 2√3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എ ബി കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമാണ്. എ ബിയും എ സിയും ബി സിയും തുല്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാത്തിനും ഒരു ലെറ്റർ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? എ ബി എക്സ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എ സിയും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ബി സിയും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. കാരണം ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ സി എന്ന വെർട്ടെക്സിൽ നിന്നും എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ അഥവാ ലംബം വരച്ചു കഴിഞ്ഞാൽ എ ബി എന്ന ഈ ലൈനിനെ കറക്റ്റ് നടുവിലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസും ഡി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസും തുല്യമായിരിക്കും. നമ്മൾ എ ബി എന്ന ഡിസ്റ്റൻസ് എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് x/2 ആയിരിക്കും. അതുപോലെ ഈ ഡിസ്റ്റൻസും x/2 ആയിരിക്കില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. എങ്കിൽ മാത്രമല്ലേ നമുക്ക് എ ബിയുടെ ഡിസ്റ്റൻസ് കിട്ടുക. അതിനായിട്ട് നമ്മൾ ഡി ബി സി എന്ന ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, വേണമെങ്കിൽ എ ഡി സി എന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും എടുക്കാം. ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡി ബി സി എന്ന ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം മാത്രമായിട്ട് ഒന്ന് മാറ്റി വരയ്ക്കാം. ഡി ബി സി. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 90 ഡിഗ്രി ഇവിടെയല്ലേ? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ബി സി. അതാണ് നമ്മൾ സി എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കല്. അത് എത്രയാണ്? എക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബവശങ്ങളാണ് ഡി ബിയും ഡി സിയും. അത് നമ്മൾ എ ബി എന്നുകൊണ്ടല്ലേ സൂചിപ്പിക്കാറ്? എ എത്രയാ? x/2 ആണ്. ബി എത്രയാണ്? 2√3 ആണ്. ഇപ്പൊ നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ എ ബി സി കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയർ പ്രകാരം നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 3 സൈഡുകളെ എങ്ങനെയാണ് എഴുതുക? a² പ്ലസ് b² ഈക്വൽ ടു c² എന്നല്ലേ? ഇനി നമുക്ക് എയും ബിയും സിയും ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്റെ സ്ഥാനത്ത് x/2 ഹോൾ സ്ക്വയർ എന്ന് ഇട്ട് കൊടുക്കാം. ഇനി ബി എന്താണ്? 2√3 ആണ്. 2√3 ഹോൾ സ്ക്വയർ. സി എന്താണ്? എക്സ് ആണ്. x². ഇനി ഇതൊന്ന് സോൾവ് ചെയ്യണം. എക്സിന്റെ സ്ക്വയർ എന്താ? x². 2ന്റെ സ്ക്വയർ എത്രയാ? 4 പ്ലസ് ഇനി 2ന്റെ സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു √3 ഹോൾ സ്ക്വയർ എന്താ വരിക? നമുക്കറിയാം √3 ഹോൾ സ്ക്വയർ എന്ന് വന്നാൽ ഈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് 3 ആയിരിക്കും. അപ്പോൾ 4 ഇൻറ്റു 3 ഈക്വൽ ടു x² എന്ന് വന്നില്ലേ? x²/4 പ്ലസ് 4 ഇൻറ്റു 3 എത്രയാ? 12 ഈക്വൽ ടു x². ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 12നെ ഇവിടെ നിർത്തി നമുക്ക് ഈ x²/4 ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? 12 ഈക്വൽ ടു x². അത് ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. ഇനി പ്ലസ് x²/4 ഈ സൈഡിലേക്ക് വന്നാൽ മൈനസ് x²/4 എന്ന് വരുന്നു. ഇനി ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക? ഇപ്പൊ a/b മൈനസ് c/d ആണെങ്കിൽ ഇതിലെങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക? ആദ്യം a ഇൻറ്റു ഡി ചെയ്യും. AD. എന്നിട്ട് ഈ സൈൻ അതുപോലെ എടുത്തിടണം. അതിനുശേഷം ബിയും സിയും ഗുണിക്കണം. അതായത് ബി സി ഡിവൈഡഡ് ബൈ അതിനുശേഷം ബിയും ഡിയും ഗുണിക്കണം. ബി ഡി. ഓക്കെ, ഇപ്പൊ ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വരും? പ്ലസ് വരും. അപ്പൊ ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി. അതുപോലെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ x² അടിയിൽ ഒരു 1 ഇട്ട് കൊടുക്കുകയാണ്. 12 ഈക്വൽ ടു x² ഇൻറ്റു 4 എന്ത് വരും? 4x² മൈനസ് 1 ഇൻറ്റു x² എന്ത് വരും? x² ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4 എത്രയാ? 4. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 4x² നിന്ന് ഒരു x² പോയി കഴിഞ്ഞാൽ 3x² ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 12 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്.
ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എക്സ് സ്ക്വയറിനെ മാത്രം ഇവിടെ നിർത്തി ബാക്കിയുള്ള സംഖ്യകളൊക്കെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ ഹരണം 4 ഈ സൈഡിലേക്ക് വരുമ്പോൾ ഗുണനം 4 ആവും, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ 3 ഇൻറ്റു എക്സ് സ്ക്വയർ ആയിട്ടല്ലേ നിൽക്കുന്നത്, അപ്പൊ ഈ 3 ഈ സൈഡിലേക്ക് വന്നാൽ ഹരണം അഥവാ ഡിവിഷൻ ആവും. ഓക്കെ, അപ്പൊ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, ഗുണനമാണെങ്കിൽ ഹരണമാവും, ഹരണമാണെങ്കിൽ ഗുണനമാവും. ഓക്കെ, അപ്പൊ 12 ഇൻറ്റു 4 എത്രയാ? 48 ഡിവൈഡഡ് ബൈ 3. 48 ഹരിക്കണം 3 16 അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ 16 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് അല്ലേ, അപ്പൊ എക്സ് ഈക്വൽ ടു ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ റൂട്ട് ആവും. റൂട്ട് 16 എത്രയാണ്? 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് എന്നത്, അതായത് എ മുതൽ ബി വരെയും എ മുതൽ സി വരെയും ബി മുതൽ സി വരെയുമുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം അതാണ്, ലെങ്ത് ഓഫ് എ ബി 4 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഈ ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഒരു ത്രികോണത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു പാദം ഇൻറ്റു ഹൈറ്റ് അഥവാ ഉയരം. ഹാഫ് അതേപോലെ എടുത്ത് എഴുതുന്നു. ബേസ് എന്ന് പറയുന്നത്, ഈ എ ബി സി എന്ന ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് പാദം ഇതാണ്. എ ബിയുടെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു 4. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അത് എത്രയാ? 2√3 അല്ലേ? ഇപ്പൊ 2√3 ഈക്വൽ ടു 4 ഹരിക്കണം 2 എന്താ? 2 ഇൻറ്റു 2√3. 2 ഇൻറ്റു 2 4√3 എന്നാണ് കിട്ടിയത്. നമ്മൾ √3ന്റെ സ്ഥാനത്ത് നമുക്ക് അറിയാവുന്ന √3ന്റെ വാല്യൂ എത്രയാണ്? 1.732. ഇതെങ്ങനെയാണ് ഗുണിക്കുക? ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഗുണിക്കണം. 1732 ഇൻറ്റു 4. 2 ഇൻറ്റു 4 8 4 ഇൻറ്റു 3 12. 4 ഇൻറ്റു 7 എത്രയാ? 7 14. 4 ഇൻറ്റു 7 എത്ര? 28. 28 കൂടി 1 കൂട്ടിയാൽ 29. 4 ഇൻറ്റു 1 എത്രയാ? 4 4 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 6. അപ്പൊ എന്ത് വന്നു? 4 ഇൻറ്റു 1.732 6 9 2 8 എന്ന് വന്നില്ലേ? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സംഖ്യകളുണ്ട്? 3 സംഖ്യകൾ. അപ്പൊ 3 സംഖ്യകൾക്ക് പിന്നിലായി ഡെസിമൽ പോയിന്റ് ഇടുന്നു. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 6.928 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ എ നമ്പർ ലൈൻ ഈസ് ഡ്രോൺ. PQR is a right triangle with PQ equal to PR. A semicircle is drawn with QR as radius which cuts the number line at S and T. എന്താണ് പറയുന്നത്? ഈ ഫിഗറിൽ നമുക്കൊരു നമ്പർ ലൈൻ തന്നിട്ടുണ്ട്. 0 1 2 3 4 5 6 ഇവിടേക്കും, അതുപോലെ -1 -2 -3 -4 -5 -6 എന്ന് ഇങ്ങോട്ടും തന്നിട്ടുണ്ട്. PQR എന്നതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ടത്രികോണമാണ്. PQവും PRും തുല്യമാണ് നീളം. A semicircle is drawn with QR as radius. ഒരു സെമി സർക്കിൾ അഥവാ ഒരു അർദ്ധവൃത്തം വരച്ചിട്ടുണ്ട്. ഇതിന്റെ റേഡിയസ് അഥവാ ആരം എന്നത് QR ആണ്. ഈ സെമി സർക്കിൾ നമ്മുടെ നമ്പർ ലൈനിനെ ST എന്നീ 2 പോയിന്റുകളിൽ മീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് QR? ആദ്യം തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് QR എന്ന ഈ ലൈനിന്റെ നീളമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ PQR എന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം ഇരിക്കുന്നത് ഒരു നമ്പർ ലൈനിലാണ്. അതായത് 6 മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 1 2 3, അതായത് 6 മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആണ്. നമുക്ക് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമായിട്ടൊന്ന് വരയ്ക്കാം. R P Q. ഓക്കെ, അപ്പൊ 6 മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആണ് നമുക്ക് നമ്പർ ലൈൻ ഉപയോഗിച്ച് കിട്ടി. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് PQ വും PR, അതായത് ഈ ലൈനും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ PQ എത്ര തന്നെ? 3 യൂണിറ്റ് ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് QR-ന്റെ ലെങ്ത് ആണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ ലംബ വശങ്ങളുടെ നീളം തന്നു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് ഇക്വേഷൻ? A² + B² = C² ആണ്. എയും ബിയും അഥവാ പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബ വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ്, അതായത് C-ന്റെ വാല്യൂ ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? C² = A² + B² എന്ന് എഴുതാം. അതായത് C = ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് വന്നാൽ √A² + B² എന്ന് എഴുതാം. ഈക്വൽ ടു √A എന്താ? 3 ആണ്, 3A². B എന്താണ്? ബിയും 3 ആണ്, അപ്പൊ നമുക്ക് 3A² ഈക്വൽ ടു √3ന്റെ സ്ക്വയർ 9 + 3ന്റെ സ്ക്വയർ 9. 9 എത്രയാ? √18. ഓക്കെ, അപ്പൊ ഇതുപോലെ വലിയ നമ്പേഴ്സ് റൂട്ടിന്റെ ഉള്ളിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിനെ സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 18 എന്ന സംഖ്യ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് കിട്ടുന്നത് എന്ന് നോക്കണം.
ഓക്കെ, 18 എന്ന സംഖ്യ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് കിട്ടുക? 1 ഇൻറ്റു 18 ചെയ്താൽ നമുക്ക് 18 അല്ലേ കിട്ടുക? അതുപോലെ 2 ഇൻറ്റു 9 ചെയ്താൽ 18 അല്ലേ കിട്ടുക? അതുപോലെ 3 ഇൻറ്റു 6 ചെയ്താൽ 18 അല്ലേ കിട്ടുക? ഓക്കെ, ഓക്കെ, ഈ 3 നമ്പേഴ്സുകൾ തമ്മിൽ ഗുണിച്ചാലും നമുക്ക് 18 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 18നെ ഈ ഒരു രീതിയിൽ മാറ്റി എഴുതണം. അപ്പൊ നമുക്ക് ഇതിൽ ഏത് പെയർ അല്ലെങ്കിൽ ഏത് ജോഡികളാണ് ഉപയോഗിക്കുക എന്നെങ്ങനെ കണ്ടുപിടിക്കാം? അതിനായിട്ട് നമുക്കിപ്പോ √4ന്റെ വാല്യൂ അറിയാം, 2 അല്ലേ? അതുപോലെ √9ന്റെ വാല്യൂ അറിയാം, 9 അല്ലേ? പിന്നെ √16ന്റെ വാല്യൂ അറിയാം, എത്രയാ? 4 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്ക്വയർ റൂട്ട് വാല്യൂ അറിയുന്ന നമ്പേഴ്സ്, അതായത് 4ഓ 9ഓ 16ഓ അത് കഴിഞ്ഞാൽ √25. ഓക്കെ, ഇങ്ങനെ നമുക്ക് സ്ക്വയർ റൂട്ടിന്റെ വാല്യൂസ് അറിയുന്ന ഏതെങ്കിലും നമ്പേഴ്സ് ഉള്ള പെയർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 1ലും 18, രണ്ടിന്റെയും സ്ക്വയർ റൂട്ട് നമുക്ക് അറിയില്ലല്ലോ. 2ഉം 9ഉം, ഇതിൽ 9ന്റെ സ്ക്വയർ റൂട്ട് 3 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതുപോലെയുള്ള പെയേഴ്സ് വേണം എടുക്കാനായിട്ട്. അപ്പൊ 3ഉം 6ഉം എടുക്കാൻ കഴിയുമോ? കാരണം 3ന്റെ റൂട്ട് നമുക്കറിയില്ല, 6ന്റെ റൂട്ട് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഈ ഒരു വാല്യൂ 2 ഇൻറ്റു 9 ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ √18നെ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് 2 ഇൻറ്റു 9, 9 ഇൻറ്റു 2 18 തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഈക്വൽ ടു √2 ഇൻറ്റു √9. അതായത് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് √2 √9 എന്ന് എഴുതുന്നു. √2 അതേപോലെ തന്നെ എഴുതുന്നു, കാരണം √2ന്റെ വാല്യൂ നമുക്കറിയില്ല. √9 നമുക്കറിയാം, എത്രയാ? 3 അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3 √2 എന്ന് എഴുതിക്കൂടെ? അതായത് ലെങ്ത് ഓഫ് QR, അതായത് QR എന്ന ലൈനിന്റെ നീളം 3√2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യാൻ അറിയില്ല എങ്കിൽ √18 വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കോൺഫിഡന്റ് അല്ല ചെയ്യാൻ എങ്കിൽ √18 വെച്ച് സ്റ്റോപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഇതിന്റെ ഒരു പൂർണ്ണ ഉത്തരം എന്ന് പറയുന്നത് 3√2 സെന്റിമീറ്റർ ആണ്. പക്ഷേ നിങ്ങൾക്ക് √18 സ്റ്റോപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ബി ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ നമ്പേഴ്സ് റെപ്രസെന്റിംഗ് എസ് ആൻഡ് ടി ഓൺ ദ നമ്പർ ലൈൻ? ഇവിടെ നമ്മുടെ നമ്പർ ലൈനിൽ എസ് ടി എന്ന 2 ലെറ്റേഴ്സ് ഉണ്ട്. ഈ ലെറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറുകൾ, അതായത് ഈ നമ്പർ ലൈനിൽ എവിടെയാണ് എസും ടിയും നിൽക്കുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം 0 എന്ന ഈ പോയിന്റിൽ, അതായത് R എന്ന ഈ പോയിന്റിൽ കോമ്പസ് വെച്ച് RQ എന്ന ഈ ലൈനിനെ റേഡിയസ് അഥവാ ആരമാക്കിക്കൊണ്ട് നമ്മൾ ഒരു സെമി സർക്കിൾ വരച്ചതാണ് ഈ സെമി സർക്കിൾ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ RQ ആണ് ഇതിന്റെ റേഡിയസ്. RQന്റെ നീളം എത്രയാ? 3√2 ആണ്. ഒരു സെമി സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ സെന്ററിൽ നിന്നും ആ സെമി സർക്കിളിലേക്ക് നമ്മൾ എത്ര ലൈൻ വരച്ചാലും ആ ലൈനിന്റെ ഒക്കെ ഡിസ്റ്റൻസ് അഥവാ നീളം എത്രയായിരിക്കും? 3√2 അല്ലേ? അപ്പോൾ നമുക്ക് ഈ 0ത്തിൽ നിന്നും എസിലേക്കുള്ള ദൂരവും അതുപോലെ 0ത്തിൽ നിന്നും ടിയിലേക്കുള്ള ദൂരവും ഒക്കെ എത്രയാണ്? 3√2 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ 0ത്തിൽ നിന്ന് എസിലേക്കുള്ള ദൂരം 3√2 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഏതായിരിക്കും? 3√2 ആയിരിക്കില്ലേ? ഇനി ഈ പോയിന്റ് അപ്പൊ ഏതായിരിക്കും? നമുക്കറിയാം 0ത്തിൽ നിന്നും ഈ ഡിസ്റ്റൻസ് 3√2 ആണ്. പക്ഷെ നമുക്കറിയാം 0ത്തിന്റെ പിന്നിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെ? -1 -2 -3 -4 അങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ടി എന്ന പോയിന്റ് -3√2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എസ് എന്ന് പറയുന്നത് 3√2 ആണ്. ഓക്കെ, എസ് എന്ന് പറയുന്നത് 3√2 ആണ്. അതുപോലെ ടി എന്ന പോയിന്റ് നമ്പർ ലൈനിൽ നിൽക്കുന്നത് -3√2ലാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എസ് ആൻഡ് ടി ഓൺ ദ നമ്പർ ലൈൻ. അതായത് എസും ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ എസും ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ടി എന്നതിൽ -3√2, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി എസ് എന്ന ലൈനിന്റെ നീളമാണ്. ടി എസ് എന്ന് പറയുന്നത് ടി മുതൽ ആർ വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് ആർ മുതൽ എസ് വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് തിരിച്ചെഴുതാം, ടി ടു ആർ പ്ലസ് ആർ ടു എസ്. അതായത് ടി ആറും ആർ എസും ഈ ഒരു ഡിസ്റ്റൻസും അതുപോലെ ഈ ഒരു ഡിസ്റ്റൻസും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടി എസിന്റെ ഡിസ്റ്റൻസ് കിട്ടില്ലേ? നമുക്കറിയാം 6 മുതൽ ടി വരെയുള്ള ഡിസ്റ്റൻസ് 3√2 ആണ്. ഇനി 6 മുതൽ എസ് വരെയുള്ള ഡിസ്റ്റൻസ് അതും 3√2 ആണ്. കാരണം എന്താണ്? ടി ആറും ആർ എസും ഒക്കെ നമ്മുടെ ഈ സെമി സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. ഇനി 3√2 പ്ലസ് 3√2 എങ്ങനെയാണ് ആഡ് ചെയ്യുക? കാരണം ഇത് രണ്ടും √2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് 3 + 3 6√2. ഓക്കെ, പക്ഷെ ഇവിടെ ഇപ്പൊ 3√2 പ്ലസ് 3√3 ആയിരുന്നെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ √2ഉം ഇവിടെ √3ഉമാണ്. ഇവിടെ രണ്ടും ഇതിലും √2 ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ 3√2 പ്ലസ് 3√2 6√2 ആണ്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യണം? അത് അവസാനിപ്പിക്കണം. അതിന് ശേഷം ഒരു ആഡിങ് ഇല്ല. ഓക്കെ,
ഇനി സി ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമതൊരു ചോദ്യം കൂടിയുണ്ട്. വാട്ട് ഈസ് ദ നമ്പർ റെപ്രസെന്റിംഗ് ദ മിഡ് പോയിന്റ് ഓഫ് എസ് ആൻഡ് ടി? എസ് ടി എന്ന ഈ ലൈനിന്റെ മിഡ് പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ. കാരണം നമുക്കറിയാം ആറിൽ നിന്ന് ടിയിലേക്കും ആറിൽ നിന്ന് എസിലേക്കുള്ള ദൂരം ഒന്നാണ്. അതായത് ടി എസ് എന്ന ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ആറാണ്. ആർ എവിടെയാണ് നിൽക്കുന്നത്? പൂജ്യത്തിലല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? മിഡ് പോയിന്റ് ഓഫ് എസ് ആൻഡ് ടി, അതായത് എസ് ടി എന്ന ഈ ലൈനിന്റെ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു പൂജ്യമാണ്. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ സൈഡ് ഓഫ് സ്ക്വയർ എ ബി സി ഡി ഈസ് 1 മീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് സ്ക്വയർ ബി ഡി ഇ എഫ് വേർ ബി ഡി ഈസ് ദ ഡയഗണൽ ഓഫ് സ്ക്വയർ എ ബി സി ഡി. ഫൈൻഡ് ബി ഡി. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? നമുക്ക് ഇവിടെ ഒരു സമചതുരം തന്നിട്ടുണ്ട്, എ ബി സി ഡി. ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 1 മീറ്റർ ആണ്. അതായത് എ ബി 1 മീറ്റർ ആണ്, എ ഡി 1 മീറ്റർ ആണ്, ബി സി 1 മീറ്റർ ആണ്, ഡി സി 1 മീറ്റർ ആണ്. ആദ്യത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് സ്ക്വയർ ബി ഡി ഇ എഫ്. ബി ഡി ഇ എഫ് എന്ന ഈ സ്ക്വയർ അഥവാ ഈ സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. വേർ ബി ഡി ഈസ് ദ ഡയഗണൽ ഓഫ് സ്ക്വയർ എ ബി സി ഡി. അതിലെ ബി ഡി എന്ന ഈ സൈഡ്, ബി ഡി ഇ എഫ് എന്ന ഈ സമചതുരത്തിന്റെ ബി ഡി എന്ന ഈ സൈഡ് അഥവാ ഈ വശം എ ബി സി ഡി എന്ന ഈ സമചതുരത്തിന്റെ ഡയഗണൽ അഥവാ വികർണമാണ്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എ ബി സി ഡി എന്നതിന്റെ ഡയഗണലാണ് ബി ഡി. ആ ബി ഡിയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബി ഡി ഇ എഫ് എന്ന ഈ ഒരു സമചതുരം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ, ബി ഡി ഇ എഫ് എന്ന സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവാണ് ചോദിച്ചിട്ടുള്ളത്. അത് കാണാൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇതില് എ ഡി ബി, അതായത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അഥവാ ഒരു മട്ടത്രികോണമല്ലേ. അതിൽ എ ബി എ ഡി എന്ന രണ്ട് പെർപെൻഡിക്കുലർ സൈഡ് അഥവാ ലംബവശങ്ങളുടെ നീളം നമുക്ക് 1 മീറ്റർ 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ഡിയുടെ നീളം കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അപ്പൊ നമുക്ക് ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മാത്രമായിട്ടൊന്ന് വരയ്ക്കാം. എ ബി ഡി ഇത് 1 മീറ്റർ ആണ്. അതായത് ഒരു ലംബവശം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് 1 മീറ്റർ. ഇനി രണ്ടാമത്തെ ലംബവശം അഥവാ പെർപെൻഡിക്കുലർ 1 മീറ്റർ ആണ്. കണ്ടുപിടിക്കേണ്ടത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് നമ്മൾ എങ്ങനെയാ കാണുക? നമുക്ക് ഇക്വേഷൻ അറിയാം. പൈതഗോറസ് തിയറം പ്രകാരം സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സി ഈക്വൽ ടു ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് വന്നാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് എ എത്രയാ? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എന്ത് വന്നു? 1ന്റെ സ്ക്വയർ 1 ആണ്. അപ്പൊ 1 പ്ലസ് 1 2. റൂട്ട് 2 ആണ് സി. അതായത് ബി മുതൽ ഡി വരെയുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണ്? റൂട്ട് 2 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ therefore ബി ഡി ഈക്വൽ ടു റൂട്ട് 2 മീറ്റർ. ബി ഡി എന്നത് ബി ഡി ഇ എഫ് എന്ന ഈ സമചതുരത്തിന്റെ ഒരു വശമാണ്. നമുക്കറിയാം ഒരു സമചതുരത്തിന്റെ 4 വശങ്ങളും തുല്യമായിരിക്കും. അതായത് ബി ഡിയും ഡിയും ഇ എഫും ബി എഫും ഈ 4 വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ ബി ഡി റൂട്ട് 2 ആണെങ്കിൽ ഡി ഇ റൂട്ട് 2 ആയിരിക്കും, ഇ എഫ് റൂട്ട് 2 ആയിരിക്കും, ബി എഫ് റൂട്ട് 2 ആയിരിക്കും. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ബി ഡി ഇ എഫിന്റെ ഏരിയ അഥവാ പരപ്പളവാണ്. നമുക്കറിയാം ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അതിന്റെ സൈഡ് ലെങ്ത്തിന്റെ അഥവാ വശങ്ങളുടെ നീളത്തിന്റെ സ്ക്വയർ ആണ്. സൈഡ് ലെങ്ത് സ്ക്വയർ ആണ്. ഇവിടെ എത്രയാണ് സൈഡ് ലെങ്ത് വരുന്നത്? അല്ലെങ്കിൽ വശങ്ങളുടെ നീളം റൂട്ട് 2. ഇപ്പൊ റൂട്ട് 2 ഹോൾ സ്ക്വയർ. ഈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി ബാക്കി 2. ഇവിടെ മീറ്ററിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? എല്ലാ വശങ്ങളും തന്നിട്ടുള്ളത്. അപ്പൊ ഏരിയ നമ്മൾ 2 മീറ്റർ സ്ക്വയർ എന്ന് എഴുതും. അപ്പൊ ബി ഡി ഇ എഫ് എന്ന സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് 2 മീറ്റർ സ്ക്വയർ ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ഡി ആണ്. ബി ഡി നമ്മൾ മുൻപേ കണ്ടുപിടിക്കുന്നുണ്ട്, റൂട്ട് 2 മീറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമതൊരു മെത്തേഡ് കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ മുന്നേ പഠിക്കുന്ന ഒരു കാര്യമാണ് ഒരു സമചതുരം. ഓക്കെ, ഈ സമചതുരത്തിന്റെ ഡയഗണൽ അഥവാ വികർണം സൈഡായിട്ട് മറ്റൊരു സമചതുരം വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമചതുരം, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സമചതുരം. അങ്ങനെയെങ്കിൽ ഈ ഒന്നാമത്തെ സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് എത്രയാണോ അതിന്റെ ഡബിൾ അല്ലെങ്കിൽ ഇരട്ടിയായിരിക്കും ഈ രണ്ടാമത്തെ സമചതുരത്തിന്റെ ഏരിയ. ഓക്കെ, അതായത് ഒരു സമചതുരമുണ്ട്. ഈ സമചതുരത്തിന്റെ ഡയഗണൽ അഥവാ വികർണം സൈഡ് ലെങ്ത് ആയിട്ട് മറ്റൊരു സമചതുരം കൂടി നമ്മൾ വരയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ചെറിയ സമചതുരത്തിന്റെ ഏരിയ എത്രയാണോ ഓക്കെ അതിന്റെ ഡബിൾ. ഓക്കെ, അതിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ അതിനോട് 2 ഗുണിച്ചതായിരിക്കും ഈ വലിയ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മുൻപേ ഉള്ള ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ്. ആ ഒരു തിയറം ഉപയോഗിച്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ ചെയ്യാം. കാരണം എന്താ? എങ്ങനെയാണ്? ഏരിയ ഓഫ് സ്ക്വയർ എ ബി സി ഡി. ഇപ്പൊ എ ബി സി ഡി എന്ന ഈ ചെറിയ സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ ഏരിയ എന്താണ്? നമുക്കറിയാം സൈഡ് ലെങ്ത്തിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഈ എ ബി സി ഡി എന്ന
സമചതുരത്തിന്റെ സൈഡ് ലെങ്ത് എ ബി 1 മീറ്റർ. അപ്പൊ 1² ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ബി സി ഡി എന്ന ഈ സമചതുരത്തിന്റെ ഏരിയ ഒരു മീറ്റർ സ്ക്വയർ ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സ്ക്വയർ ബി ഡി ഇ എഫ്, അതായത് ബി ഡി ഇ എഫ് എന്ന സമചതുരത്തിന്റെ പരപ്പളവ് എന്ത് വരും? ഈ ചെറിയ സ്ക്വയർ എ ബി സി ഡിയുടെ ഇരട്ടി. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ എ ബി സി ഡി ഇതിന്റെ ഇരട്ടി, അതായത് 2 ഗുണിച്ചത്. അപ്പൊ നമുക്കറിയാം ഏരിയ ഓഫ് സ്ക്വയർ എ ബി സി ഡി 1 1 ഇൻറ്റു 2 എന്ത് വന്നു? 2 മീറ്റർ സ്ക്വയർ ആണ് ബി ഡി ഇ എഫിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഈ ചെറിയ സ്ക്വയർ അഥവാ ഈ ചെറിയ സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവിന്റെ ഡബിൾ ആയിരിക്കും ഈ വലിയ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ എപ്പോഴും കോമൺ ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ രീതിയിലും ആൻസർ ചെയ്യാം, ഈ രീതിയിലും ആൻസർ ചെയ്യാം. ഈ രീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇത്രയും നേരം പഠിച്ചു വന്നൊരു രീതിയാണ്. ഇത് നമ്മൾ ഇപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു തിയറം ഉപയോഗിച്ച് നമുക്ക് ഇത് ആൻസർ ചെയ്യാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. അതായത് ഒരു സമചതുരമുണ്ട്. ഈ സമചതുരത്തിന്റെ സൈഡ് ലെങ്ത് അഥവാ വശങ്ങളുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് ഏരിയ ഓഫ് സ്ക്വയർ അഥവാ ഈ സമചതുരത്തിന്റെ പരപ്പളവാണ്. എത്രയാണ് തന്നിട്ടുള്ളത്? 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്കറിയാം ഒരു സമചതുരത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സൈഡ് ലെങ്ത് സ്ക്വയർ ആണ്. ഈക്വൽ ടു 5 ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സൈഡ് ലെങ്ത് കണ്ടുപിടിച്ചൂടെ? സൈഡ് ലെങ്ത് ഈക്വൽ ടു ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ √5. അതായത് 5 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ അഥവാ പരപ്പളവായ ഒരു സ്ക്വയറിന്റെ അഥവാ ഒരു സമചതുരത്തിന്റെ സൈഡ് ലെങ്ത് √5 സെന്റിമീറ്റർ വീതമായിരിക്കും. ഓക്കെ, നമുക്ക് √5ന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. 2.24 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ചോദ്യം, കമ്പ്യൂട്ട് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 1.5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. അതായത് മറ്റൊരു സ്ക്വയർ അഥവാ സമചതുരം. ഓക്കെ, ഈ സമചതുരത്തിന്റെ സൈഡ് ലെങ്ത് അല്ലെങ്കിൽ വശങ്ങളുടെ നീളമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈ സമചതുരത്തിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 1/5 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്കറിയാം ഒരു സ്ക്വയർ അഥവാ സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ അവയുടെ സൈഡിന്റെ സ്ക്വയർ ആണ്. സൈഡ് ലെങ്ത്തിന്റെ സ്ക്വയർ അഥവാ വശങ്ങളുടെ നീളത്തിന്റെ സ്ക്വയർ ആണ്. അത് 1/5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും സൈഡ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? സൈഡ് ലെങ്ത് ഈക്വൽ ടു ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ √1/5. ഇനി നമുക്ക് √1/5 വന്നു കഴിഞ്ഞാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് √1/5 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. √x ഇൻറ്റു y ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് √x ഇൻറ്റു √y എന്ന് എഴുതാം. അതുപോലെ √(x/y) ഹരണമാണെങ്കിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. √x ഹരിക്കണം √y. അപ്പൊ ഗുണനമാണെങ്കിലും ഹരണമാണെങ്കിലും നമുക്ക് റൂട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പക്ഷേ നമ്മൾ പ്ലസ് അഡീഷനോ അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ √x + y നമുക്ക് √x + √y എന്ന് എഴുതാൻ സാധിക്കില്ല. √x + √y എന്ന് എഴുതരുത്, അത് തെറ്റാണ്. അതുപോലെ √x √(x - y) നമുക്ക് √x - √y എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതരുത്, അതും തെറ്റാണ്. ഓക്കെ, പക്ഷെ ഹരണമോ ഗുണനമോ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. √1 എത്രയാ? 1 ആണ്. √5 എത്രയാണ്? 2.24 ആണ്. ഇനി നമുക്ക് ഇത് ഹരിക്കണം, എങ്കിലോട് നമുക്ക് സൈഡ് ലെങ്ത് കിട്ടുക. 1 ഹരിക്കണം 2.24. നമുക്കറിയാം ഹരിക്കുന്ന സമയത്തും ഗുണിക്കുന്ന സമയത്തും, അതായത് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് ഹരിക്കുന്ന സമയത്തും ഗുണിക്കുന്ന സമയത്തും നമ്മൾ ഡെസിമൽ പോയിന്റ് ക്യാൻസൽ ചെയ്യണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാം? ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകളാണുള്ളത്. അപ്പൊ മുകളിൽ 2 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡെസിമൽ പോയിന്റുകൾ ക്യാൻസൽ ചെയ്യാം. അപ്പൊ 1ന്റെ കൂടെ 2 0 ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടിയിലെ ഡെസിമൽ പോയിന്റ് ക്യാൻസൽ ചെയ്യാം. 224 എന്ന് എഴുതാം. ഇനി ഇത് നമുക്ക് ഹരിക്കണം. 100 ഹരിക്കണം 224. 100ൽ 224 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇവിടെ എത്ര 0 വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മളൊരു 0 ഇട്ട് കൊടുക്കുന്നു. 1000ൽ എത്ര 224 ഉണ്ട്? 4. 4 × 224 എത്രയാണ്? 896. ഇനി 1000ൽ നിന്നും 896 കുറച്ചാൽ എത്ര വരും? 1040. ഇനി 1000ൽ നിന്ന് 896 കുറച്ചാൽ എത്രയാണ്? 104. 104ൽ 224 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ 0 ഇട്ട് കൊടുക്കാം. 1040ൽ എത്ര 224 ഉണ്ട്? 4 തന്നെ. 4 × 224 എത്രയാണ്? 896.
1040 നിന്നും 896 പോയാൽ 1,144. 144 224 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തത് കൊണ്ട് നമുക്ക് ഇവിടെ 0 ഇടാം. 1440 എത്ര 224 ഉണ്ട്? 6. 6 × 224 എത്രയാണ്? 1344. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്, അതായത് 2 ഡെസിമൽ പ്ലേസ് വരെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 3 ഡെസിമൽ പ്ലേസ് കിട്ടിയിട്ടുണ്ട്. അതായത് 100 ഹരിക്കണം 224 നമുക്ക് 0.446 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ 2 ഡെസിമൽ പ്ലേസ് ആക്കി എങ്ങനെ വരും? 0.4. ഇവിടെ 4 കഴിഞ്ഞിട്ടുള്ള നമ്പർ 6 ആണ്. അതായത് 5നേക്കാൾ വലുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ തൊട്ട് പിന്നിലുള്ള ഈ നമ്പർ ഒന്ന് കൂട്ടിയാണ് എഴുതുക. അതായത് 0.44 എന്നതിന് പകരം 0.45 എന്നാണ് എഴുതുക. അതായത് നമുക്ക് എന്ത് കിട്ടി? 1 ഹരിക്കണം 2.24 എന്നത് 0.45 എന്ന് കിട്ടി. അതായത് 1.5 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഒരു സമചതുരത്തിന്റെ സൈഡ് ലെങ്ത് അല്ലെങ്കിൽ വശങ്ങളുടെ നീളം 0.45 സെന്റിമീറ്റർ വീതമാണ്. അടുത്ത ചോദ്യം, ഇവിടെ നമുക്ക് 2 സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് തന്നിട്ടുണ്ട്. റൂട്ട് 12ന്റെയും റൂട്ട് 18ന്റെയും. റൂട്ട് 12ന്റെ സ്ക്വയർ റൂട്ട് ഇവിടെ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? റൂട്ട് 12 എന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് 4 × 3 എന്ന് ചെയ്തിട്ടുണ്ട്. ഇനി റൂട്ട് 4 × 3നെ റൂട്ട് 4 × റൂട്ട് 3 എന്ന് എഴുതിയിട്ടുണ്ട്. റൂട്ട് 4 എത്രയാണ്? 2 ആണെന്ന് നമുക്കറിയാം. 2 × റൂട്ട് 3. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 റൂട്ട് 3 എന്ന് എഴുതിക്കൂടെ? അതായത് റൂട്ട് 12 2 റൂട്ട് 3 ആണെന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ 18ന്റെ സ്ക്വയർ റൂട്ടും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? റൂട്ട് 18 എന്നതിനെ 9 × 2 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. റൂട്ട് 9 × റൂട്ട് 2 എന്ന് എഴുതിയിട്ടുണ്ട്. റൂട്ട് 9 എത്രയാണ്? 3 ആണ്. 3 × റൂട്ട് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 റൂട്ട് 2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ റൂട്ട് 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 റൂട്ട് 2 എന്ന് എഴുതാം. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ റൂട്ട് 12നെ സിംപ്ലിഫൈ ചെയ്ത് 2 റൂട്ട് 3 എന്നും റൂട്ട് 18നെ സിംപ്ലിഫൈ ചെയ്ത് 3 റൂട്ട് 2 എന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റൂട്ട് 32നെയും റൂട്ട് 50നെയും ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ റൂട്ട് 32നെ എങ്ങനെയാണ് അത് സിംപ്ലിഫൈ ചെയ്യുക? ആദ്യം തന്നെ ഏതൊക്കെ 2 സംഖ്യകൾ ഗുണിച്ചാലാണ് 32 ഉത്തരം കിട്ടുക എന്ന് നോക്കണം. അതായത് 1 × 32 ചെയ്താൽ നമുക്ക് 32 ഉത്തരം കിട്ടില്ലേ? അതുപോലെ 2 × 16 ചെയ്താൽ 32 അല്ലേ? ഇനി 4 × 8 ചെയ്താൽ 32 അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും സംഖ്യകൾ പരസ്പരം ഗുണിക്കുമ്പോഴാണ് നമുക്ക് 32 എന്ന ഉത്തരം കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഏത് നമ്പർ ആണ് നമ്മൾ ഇതുപോലെ എഴുതുക? അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമ്മൾ എന്താ നോക്കേണ്ടത്? നമുക്ക് സ്ക്വയർ റൂട്ട് അറിയുന്ന നമ്പേഴ്സ് വേണം തിരഞ്ഞെടുക്കാൻ. ഇവിടെ 1ന്റെയും 32ന്റെയും 2ന്റെയും സ്ക്വയർ റൂട്ട് നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി 2ന്റെയും 16ന്റെയും, ഇതിൽ 16ന്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം. എന്താണ്? റൂട്ട് 16 എന്നത് 4 ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എടുക്കാം. ഇനി ഇതുപോലെ 4ഉം 8ഉം, അതിൽ 4ന്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം. റൂട്ട് 4 എന്നത് 2 ആണ്. അതായത് ഇതും എടുക്കാം. ഇനി ഇതിൽ ഏതാണ് എടുക്കുക എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ചെറിയ സംഖ്യകളുള്ള ഡിജിറ്റ്സുകൾ എടുക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ 2ഉം 16നേക്കാളും ചെറിയ സംഖ്യയല്ലേ 4ഉം 8ഉം, അതുകൊണ്ട് നമ്മൾ ഇവിടെ 4ഉം 18ഉമാണ് എടുക്കുന്നത്. അപ്പൊ റൂട്ട് 32നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് 4 × 8 എന്ന് എഴുതുന്നു. ഇനി റൂട്ട് 4 × 8നെ നമുക്ക് എങ്ങനെ എഴുതാം? സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് 4 × റൂട്ട് 8 എന്ന് എഴുതിക്കൂടെ? ഇനി റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. ഇൻറ്റു റൂട്ട് 8നെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാണ് ഏതൊക്കെ 2 സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 8 കിട്ടുക എന്ന് നോക്കാം. 1 × 8 ചെയ്താൽ 8 ആണ്. അതുപോലെ 2 × 4 ചെയ്താൽ 8 ആണ്. ഓക്കെ, അപ്പൊ ഈ 2 സംഖ്യകൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? 8 ഗുണനമായി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് എടുക്കുക? ഇവിടെ 1ന്റെയും 8ന്റെയും സ്ക്വയർ റൂട്ട് നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഇത് എടുക്കാൻ കഴിയില്ല. 2ന്റെയും 4, ഇതിൽ 4ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് അറിയാം 2 ആണ്, അതുകൊണ്ട് നമ്മൾ ഇതാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ റൂട്ട് 8നെ സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് 2 × 4 എന്ന് എഴുതുന്നു. ഈക്വൽ ടു 2 × റൂട്ട് 2 × റൂട്ട് 4 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ 2 × റൂട്ട് 2 × റൂട്ട് 4 എത്രയാണ്? 2. 2 × 2 4 ആണ്. 4 × റൂട്ട് 2 എന്ന് വരും. 4 × റൂട്ട് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 റൂട്ട് 2 എന്ന് എഴുതാം. അതായത് നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 32നെ സിംപ്ലിഫൈ ചെയ്ത് 4 റൂട്ട് 2 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും ചെറുതിലേക്ക് ആക്കുക, അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് റൂട്ട് 50 ആണ്. ഓക്കെ,
റൂട്ട് 50നെയാണ് അടുത്തത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. അതിനാദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 50 ഏതൊക്കെ രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 50 നമുക്ക് ഗുണനഫലമായി കിട്ടുക എന്ന് നോക്കാം. ആദ്യം തന്നെ 1 ഇൻറ്റു 50 ചെയ്താൽ നമുക്ക് 50 കിട്ടില്ലേ? 2 ഇൻറ്റു 25 ചെയ്താൽ നമുക്ക് 50 കിട്ടില്ലേ? അതുപോലെ 5 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് 50 കിട്ടില്ലേ? ഓക്കെ, ഇത്രയും സംഖ്യകൾ പരസ്പരം ഗുണിക്കുമ്പോഴാണ് നമുക്ക് 50 ഉത്തരമായി കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഏത് സംഖ്യകളാണ് നമ്മൾ എടുക്കുക? ഇവിടെ 1ഉം 50ഉം രണ്ടിന്റെയും സ്ക്വയർ റൂട്ട് നമുക്കറിയില്ല, അതുകൊണ്ട് ഇത് എടുക്കുന്നില്ല. 2ഉം 25ഉം, അതിൽ രണ്ടിന്റെ അറിയില്ല, 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? റൂട്ട് 25 എന്നത് 5 ആണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് ഇത് എടുക്കാം. ഓക്കെ, 5 ഇൻറ്റു 10, അതിൽ 5ന്റെയും 10ന്റെയും സ്ക്വയർ റൂട്ട് നമുക്കറിയില്ല, അതുകൊണ്ട് അതും ക്യാൻസൽ ചെയ്തു. അപ്പൊ നമ്മൾ ഏത് രീതിയിലാണ് റൂട്ട് 50നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്? 2 ഇൻറ്റു 25. അപ്പൊ നമുക്ക് റൂട്ട് 50നെ സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് ഓഫ് 2 ഇൻറ്റു 25 എന്ന് എഴുതാം. ഇനി റൂട്ട് 2 ഇൻറ്റു 25ന് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 25 എന്ന് എഴുതാം. ഓക്കെ, അതായത് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 25 എത്രയാ? 5 അല്ലേ? അതായത് നമുക്ക് എന്ത് കിട്ടി? 5 റൂട്ട് 2 എന്ന് ഉത്തരം കിട്ടി. അതായത് ഇവിടെ നമുക്ക് റൂട്ട് 32 എന്നത് 4 റൂട്ട് 2 എന്നും അതുപോലെ റൂട്ട് 50 എന്നത് 5 റൂട്ട് 2 എന്നും കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് റൂട്ട് 50 പ്ലസ് റൂട്ട് 32. റൂട്ട് 50ഉം റൂട്ട് 32ഉം കൂട്ടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എക്സ് വൈ എന്ന രണ്ട് സംഖ്യകൾ ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, അതിൽ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ, അതായത് അഡീഷൻ വരുന്ന സമയത്ത് റൂട്ടുകളുടെ സംഖ്യകളുടെ അഡീഷൻ വരുന്ന സമയത്ത് ഇവിടെ റൂട്ട് എക്സ് ഒരു നമ്പറാണ്, റൂട്ട് വൈ മറ്റൊരു നമ്പറാണ്. ഇതിനൊരിക്കലും റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാൻ സാധിക്കില്ല, അത് തെറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ അഥവാ കുറയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈനെ ഒരിക്കലും നമുക്ക് റൂട്ട് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാൻ സാധിക്കില്ല, അതും തെറ്റാണ്. ഓക്കെ, ഇനി ഗുണനം വരുന്ന സമയത്ത്, അതായത് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം, അത് ശരിയാണ്. ഇനി ഹരണം വരുന്ന സമയത്തോ റൂട്ട് എക്സ് ഹരിക്കണം റൂട്ട് വൈ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരുമിച്ച് ഒരു റൂട്ടിന്റെ ഉള്ളിലായിട്ട് റൂട്ട് ഓഫ് എക്സ് ബൈ വൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഹരിക്കുന്ന സമയത്തും ഗുണിക്കുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് റൂട്ടിന്റെ ഉള്ളിലിരിക്കുന്ന സംഖ്യകളെ ഒരു റൂട്ടിന്റെ ഉള്ളിലേക്ക് ആക്കാം. പക്ഷേ അഡീഷനും സബ്ട്രാക്ഷൻ അഥവാ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരിക്കലും രണ്ട് സംഖ്യകൾ, അതായത് രണ്ട് റൂട്ടിന്റെ ഉള്ളിലിരിക്കുന്ന സംഖ്യകളെ ഒരിക്കലും ഒരു റൂട്ടിന്റെ ഉള്ളിലേക്ക് ആക്കാൻ സാധിക്കില്ല. അത് എപ്പോഴും ഓർത്തിരിക്കുക. പ്ലസ് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എഴുതാൻ സാധിക്കില്ല. പക്ഷെ ഗുണനവും ഹരണവും നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സംഖ്യകളെ, രണ്ട് റൂട്ടിന്റെ ഉള്ളിലായിട്ട് ഇരിക്കുന്ന രണ്ട് സംഖ്യകളെ നമുക്ക് ഒരു റൂട്ടിന്റെ ഉള്ളിലേക്ക് ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ റൂട്ട് 50 പ്ലസ് റൂട്ട് 32നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂട്ട് 50 പ്ലസ് 32 എന്ന് എഴുതാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പക്ഷെ ഇവിടെ റൂട്ട് 50 ഇൻറ്റു റൂട്ട് 32 ആയിരുന്നെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 50 ഇൻറ്റു 32 എന്ന് കൊടുക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ അഡീഷനോ സബ്ട്രാക്ഷനോ വരുന്ന സമയത്ത് ഒരിക്കലും രണ്ട് സംഖ്യകളെ ഇതുപോലെ ഒരുമിച്ച് ഒരു റൂട്ടിന്റെ ഉള്ളിൽ എഴുതരുത്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ പിന്നെ കൂട്ടുക? റൂട്ട് 50നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 5 റൂട്ട് 2 ആണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ റൂട്ട് 32നെ സിംപ്ലിഫൈ ചെയ്ത് 4 റൂട്ട് 2 ആണെന്നും കണ്ടുപിടിക്കണം. ഇനി ഇതിനെ നമുക്ക് കൂട്ടിക്കൂടെ? 5 പ്ലസ് 4 എത്രയാ? 9 റൂട്ട് 2. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൂട്ടാൻ സാധിച്ചത്? ഇവിടെ രണ്ട് ടേംസിലും റൂട്ട് 2 ആണ് കൂടെയുള്ള നമ്പർ. കാരണം ഇപ്പൊ നമ്മൾ 5x പ്ലസ് 4x, ഇതിനെ നമ്മൾ 9x എന്ന് എഴുതാറില്ലേ? അതുപോലെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോ 5x പ്ലസ് 4y ആയിരുന്നു എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ 9xy എന്ന് എഴുതുമോ? ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ 5 റൂട്ട് 2 പ്ലസ് 4 റൂട്ട് 3 ആയിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? കൂട്ടി എഴുതാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ 5ഉം 4ഉം 9 റൂട്ട് 2 എന്ന് എഴുതാൻ സാധിച്ചത്? ഈ രണ്ട് ടേമിലും കൂടെയുള്ള നമ്പേഴ്സ് റൂട്ട് 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 5 റൂട്ട് 2 പ്ലസ് 4 റൂട്ട് 2 എന്നത് എത്രയാണ്? 9 റൂട്ട് 2 ആണ്. ഇനി സി ക്വസ്റ്റ്യൻ എന്താണ്? റൂട്ട് 50 മൈനസ് റൂട്ട് 32. ഓക്കെ, ഇനി റൂട്ട് 50 എത്രയാണ്? 5 റൂട്ട് 2 ആണ്. മൈനസ് റൂട്ട് 32 4 റൂട്ട് 2 ആണ്. 5ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 1. 1 റൂട്ട് 2 എത്ര വരും? റൂട്ട് 2 തന്നെ. അതായത് റൂട്ട് 50ൽ നിന്നും റൂട്ട് 32 കുറച്ചു കഴിഞ്ഞാൽ റൂട്ട് 2 ആണ് ഉത്തരം. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഡ്രോ എ നമ്പർ ലൈൻ ആൻഡ് മാർക്ക് റൂട്ട് 5 ഇൻ ദിസ് ലൈൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു നമ്പർ ലൈൻ വരച്ച്
√5 ആ ലൈനിൽ അടയാളപ്പെടുത്താം. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് അതിൽ നമ്പേഴ്സ് അടയാളപ്പെടുത്താം. 0, 1, 2, 3, 4. അതുപോലെ തന്നെ 0ന്റെ പിന്നിലേക്കായി -1, -2, -3, -4. ഇങ്ങനെയാണ് ഒരു നമ്പർ ലൈൻ വരയ്ക്കുന്നത്. അതിൽ നമ്പേഴ്സ് അടയാളപ്പെടുത്തുന്നത്. ഓരോ നമ്പേഴ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ വീതമായിരിക്കണം. സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് അളന്നതിന് ശേഷം വേണം നമ്പേഴ്സ് അടയാളപ്പെടുത്താനായിട്ട്. ഇനി നമുക്ക് ഈ നമ്പർ ലൈനിൽ √5 എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം √5ന്റെ വാല്യൂ എത്രയാ? 2.236 അല്ലേ? ഓക്കെ, അതായത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ √5 വരുന്നത്. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം √5 ആവണമെങ്കിൽ അവയുടെ പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബവശങ്ങൾ എത്ര വീതമായിരിക്കും? 2 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും വീതമായിരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിയാൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് എ, ഇത് ബി ആൻഡ് ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, അതുകൊണ്ട് സി. അപ്പൊ സി കണ്ടുപിടിക്കുക എങ്ങനെയാ? സി √A² പ്ലസ് B² അല്ലേ? √A എന്ന് പറയുന്നത് 2A², ബി എന്ന് പറയുന്നത് 1A². ഇനി 2ന്റെ സ്ക്വയർ എത്രയാ? 4. 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ എന്ത് വന്നു? 4 + 1 5, √5 എന്ന് വന്നില്ലേ? അതായത് പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബവശങ്ങൾ 2 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും എടുത്തു കഴിഞ്ഞാൽ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം √5 ആയിരിക്കും. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്, അതായത് ഇതേ ഫിഗർ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ലൈനിൽ വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? √5ന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? √5 മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യണം? ഈ 0യിൽ നിന്ന് 2 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അതായത് ഈ ലൈനാണ് ഇപ്പൊ നമ്മൾ വരച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയി അഥവാ ലംബമായിട്ട് 1 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി ഈ 2 ലൈനുകൾ കൂട്ടി യോജിപ്പിക്കുന്ന ലൈൻ എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എത്ര ആയിരിക്കും അതിന്റെ ലെങ്ത്? √5 ആയിരിക്കും. അതായത് ഈ ലൈനിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് √5 അല്ലേ? ഇനി കോമ്പസ് ഉപയോഗിച്ച് ഇത് മുതൽ ഇതുവരെ അളന്നെടുത്തതിന് ശേഷം കോമ്പസ് 0യിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കാം. ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കും. ഓക്കെ, ആ ആർക്ക് എവിടെയാണോ വരുന്നത് ആ പോയിന്റ് ആയിരിക്കും √5. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? √5 ഒരു നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ നമ്മളോട് ചോദിക്കുന്നതാണ് √2 അടയാളപ്പെടുത്താനായിട്ട്. അതെങ്ങനെ അടയാളപ്പെടുത്തുക? നമ്മൾ ആദ്യം തന്നെ ഒരു നമ്പർ ലൈൻ വരയ്ക്കും. അതിനുശേഷം 0, 1, 2, 3, -1, -2, -3 എന്ന് അടയാളപ്പെടുത്തും. ഇനി നമുക്ക് ഇതുപോലെ √2 ആണ് അടയാളപ്പെടുത്തേണ്ടത്. ആക്ച്വലി നമുക്ക് അറിയാം √2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്നത് എത്രയാണ്? 1.414 ആണ്. ഓക്കെ, അതായത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് √2 എന്ത് ചെയ്യുന്നത് വരുന്നത്. പക്ഷെ നമുക്ക് കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉപയോഗിച്ചാണ് √2 കണ്ടുപിടിക്കുന്നത്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം √2 ആവണമെങ്കിൽ അവയുടെ പെർപെൻഡിക്കുലർ സൈഡ്സ് എത്ര വീതമായിരിക്കും? ഓരോ സെന്റിമീറ്റർ വീതമാവില്ലേ? ഒന്ന് നോക്കി നോക്കാം നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുന്നത് എന്ന്. √A² പ്ലസ് B². ഇവിടെ A എന്ന് പറയുന്നത് ഇതാണ്, ബി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതായത് =√A² എന്ന് പറയുന്നത് 1A², B² എന്ന് പറയുന്നത് 1A². ഓക്കെ, 1A² എത്രയാ? 1 തന്നെയാണ്. 1A² 1 തന്നെ. 1 കൂട്ടിക്കഴിഞ്ഞാൽ 2. അതായത് പെർപെൻഡിക്കുലർ സൈഡുകൾ 1 സെന്റിമീറ്റർ വീതമായി 1 സെന്റിമീറ്റർ വീതമായ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം √2 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതേ ഫിഗർ നമ്മുടെ നമ്പർ ലൈനിൽ വരയ്ക്കുന്നു. അതിനുശേഷം √2 എന്ന ലൈനിന്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 0ത്തിൽ നിന്ന് 1ലേക്ക് ആദ്യത്തെ പെർപെൻഡിക്കുലർ സൈഡ് വരച്ചു. ഇനി ആ പെർപെൻഡിക്കുലർ സൈഡിന് പെർപെൻഡിക്കുലർ ആയി അഥവാ ലംബമായി മുകളിലേക്കും നമ്മൾ 1 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ഈ ലെങ്ത്തും 1 സെന്റിമീറ്റർ ആയിരിക്കണം, ഈ ലെങ്ത്തും 1 സെന്റിമീറ്റർ ആയിരിക്കണം. സ്കെയിൽ ഉപയോഗിച്ച് നീറ്റ് ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇനി ഈ 2 ലൈനുകളും കൂട്ടി യോജിപ്പിച്ച് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇതാണ് √2. ഓക്കെ, ഈ ലൈൻ ആയിരിക്കും √2, കാരണം ഇതൊന്നാണ് ഇതൊന്നാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് കർണം √2 ആയിരിക്കും. ഇനി കോമ്പസ് ഉപയോഗിക്കുന്നു. അതിനുശേഷം 0ത്തിൽ കോമ്പസ് വെച്ചത് ഈ ലൈനിന്റെ നീളം ആ കോമ്പസിൽ അളന്നെടുത്തതിന് ശേഷം നമ്മൾ 0ത്തിൽ കോമ്പസ് വെച്ച് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുന്നു. ആ ആർക്ക് എവിടെയാണോ വരുന്നത് അതാണ് √2 എന്ന പോയിന്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് √5, √2 ഇത് രണ്ടുമാണ് കൂടുതലായി ചോദിച്ചു കണ്ടിട്ടുള്ളത്. മറ്റ് സംഖ്യകളൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ട് √5ഉം √2ഉം വരെ മാർക്ക് ചെയ്യുന്നു, നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുവാനും ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കല്ലേ. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് ചാപ്റ്റർ. താങ്ക് യു.